ഹലോ, അപ്പം നമുക്കിന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളി, തക്കാളി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ മല്ലിയില കുറച്ച് കൂടുതൽ വേണം. പിന്നെ നമ്മുടെ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അരി കൈമ അരിയാണ്, മറ്റേ ജീരകശാല റോസ് ബ്രാൻഡിൻ്റെ. അപ്പോൾ നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ഉപ്പ്, വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം. പിന്നെ നമ്മുടെ ഇതിൽ ചതച്ച് വെച്ച സാധനങ്ങൾ അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യണം. നമുക്ക് നന്നായിട്ടത് കൈകൊണ്ട് തന്നെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെ അളവ് ഞാൻ പറയുന്നില്ല, എന്തായാലും നിങ്ങളുടെ ആവശ്യാനുസരണത്തിന് ഇട്ടാൽ മതി. പിന്നെ ഗരം മസാലയാണ് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മുളക് പൊടി അങ്ങനത്തെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ, ഇത് മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ വെള്ളം ഒഴിക്കരുത്. വെള്ളം എന്താ വെച്ചാൽ ബീഫിൽ നമുക്ക് വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. നമുക്ക് നല്ല ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട്, മസാല നമുക്ക് ബീഫിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് അതെടുത്ത് അടുപ്പിൽ വെക്കാം. അങ്ങനെ നമ്മൾ അരി ഇട്ടു. മറ്റേ ചെറിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് ഇട്ടത്, അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ നാരങ്ങ നീര് കുറച്ച് മതി, മുഴുവനായിട്ട് എടുത്തിട്ടില്ല, നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ബീഫും ചോറും 2 കുക്കറിലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അരിക്ക് 2 വിസിലാണ് ഞാൻ എടുക്കുന്നത്, ബീഫിൻ്റെ 10 വിസിൽ. അപ്പോൾ നമുക്ക് വേറൊരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്ന ചൂടായതിനു ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കേട്ടോ. നന്നായി വഴലണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ച് വെക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഒന്നുകൂടെ അടച്ച് വെക്കണം കേട്ടോ. അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ലോണം തക്കാളി നല്ലോണം വേവണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അടച്ച് വെക്കേണ്ടതായിട്ട് ഉണ്ട്. അടച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്, വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് നമ്മൾ നോക്കിയിട്ടിടണേ, ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുന്നേ, അപ്പോൾ നോക്കിയിട്ടാൽ മതി. പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കാം. ബാക്കി അവിടെ ഉണ്ടാവണം, കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ.
നമുക്കത് അടച്ച് വെക്കാം. എന്നിട്ട് നമ്മുടെ ചോറ് നോക്കാം. ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പാകം വേവായിട്ടുണ്ട്, നല്ല പുകയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബീഫും ഇവിടെ സെറ്റായിട്ട് നിന്നിട്ടുണ്ട്, നല്ലോണം വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബീഫ് എടുത്തിട്ട് ആ വേവിച്ച് വെച്ച മസാല ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വേവിക്കാം കേട്ടോ. കുറച്ചുകൂടി ഒന്ന് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി നമ്മളങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിൽ ഒന്നുകൂടി 2 വിസിൽ വന്നാൽ മതി. പിന്നെ നമ്മുടെ ചോറ് ഇവിടെ ആയിട്ട് നമ്മൾ ഗരം മസാല മല്ലിയിലയും കൂടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് ഈ ബീഫ് നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്, അത് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ നല്ല കറക്റ്റാക്കി ഇടണേ. ചോറിൻ്റെ അകത്ത് ചോറ് വേവുന്നതിന് മുന്നേ ഉപ്പിടണം. അപ്പോൾ അതൊക്കെ നന്നായി കറക്റ്റാക്കി ഇടണം. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ സെറ്റ് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കി മിഠായിയും കൂടി സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വരാം. ബായ്. വീഡിയോ